السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ളുഹാ നിസ്കാരത്തിൽ ഏത് സൂറത്തുകളാണ് പാരായണം ചെയ്യേണ്ടത്? ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ വശംസി സൂറത്തും വല്ലുഹ സൂറത്തും ഓതണം എന്നാണ് കാണുന്നത്. എന്നാൽ മറ്റൊരു ഹദീസിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തും ഓതൽ സുന്നത്താണ് എന്നും നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു തആല അൻഹു തൻ്റെ മുഖദ്ദിമയിൽ വശംസി വല്ലുഹാഹ എന്ന സൂറത്ത് ഒന്നാം റക്അത്തിലും വല്ലുഹാ വല്ലൈലി ഇദാ സജ എന്ന സൂറത്ത് രണ്ടാം റക്അത്തിലും ഓതലാണ് അഫ്ളൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനെ ഫോളോ ചെയ്ത് ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹുവും അതുതന്നെ മുഅ്തമദാക്കിയതായി നമുക്ക് തുഹ്ഫയിൽ കാണാൻ സാധിക്കും. എന്നാൽ ഇമാം റംലി റളിയല്ലാഹു അൻഹു നിഹായയിൽ പ്രബലമായി പറഞ്ഞിട്ടുള്ളത് ളുഹാ നിസ്കാരത്തിൻ്റെ ഒന്നാം റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനയും രണ്ടാം റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസും ഓതലാണ് സുന്നത്ത് എന്നാണ്. അപ്പോൾ ഒന്നാം റക്അത്തിൽ വശംസി വല്ലുഹാഹ എന്ന സൂറത്തും രണ്ടാം റക്അത്തിൽ വല്ലുഹാ വല്ലൈലി എന്ന സൂറത്തും ഓതൽ സുന്നത്താണ് എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു. ഒന്നാം റക്അത്തിൽ കാഫിറൂന ഓതൽ സുന്നത്താണ്, രണ്ടാം റക്അത്തിൽ ഇഖ്ലാസ് ഓതൽ സുന്നത്താണ് എന്ന് മറ്റൊരു വിഭാഗം പണ്ഡിതന്മാരും പറയുന്നു. വശംസിയും വല്ലുഹയും ഓതൽ സുന്നത്താണ് എന്നാണ് ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായി നമ്മൾ സ്വീകരിക്കുന്ന മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നമുക്ക് ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല രീതി ഇമാം ബുജൈരിമി റളിയല്ലാഹു തആല അൻഹു ഒക്കെ പറഞ്ഞതുപോലെ, അതുപോലെ ഇആനത്തിൻ്റെ മുസന്നിഫും തർശീഹിൻ്റെ മുസന്നിഫും ഒക്കെ പറഞ്ഞതുപോലെ ഈ രണ്ട് റിപ്പോർട്ടുകളും ജംഅ് ചെയ്തുകൊണ്ടുള്ള ഒരു രീതിയാണ്. അതെങ്ങനെയാണ്? ബി അൻ യഖറഅ ഫിൽ ഊലാ സൂറത്ത വശംസി വൽ കാഫിറൂൻ വഫിസ്സാനിയത്തി വല്ലുഹാ വൽ ഇഖ്ലാസ്. അതായത് ഒന്നാം റക്അത്തിൽ വശംസി സൂറത്തും ഓതുക, സൂറത്തുൽ കാഫിറൂനയും ഓതുക. രണ്ടാം റക്അത്തിൽ വല്ലുഹാ വല്ലൈലി ഓതുക, ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. അപ്പോൾ ഹദീസിൽ വന്ന 4 സൂറത്തുകളും ജംഅ് ചെയ്യുക. ഇതാണ് ഏറ്റവും ഔല, ഏറ്റവും ഉചിതമായത്, നല്ലത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. അപ്പോൾ ഈ 2 റിപ്പോർട്ടുകളും 2 അഭിപ്രായങ്ങളും പരിഗണിച്ചുകൊണ്ട് ളുഹാ നിസ്കരിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് ഏറ്റവും നല്ലത് ഇതാണ്. ഒന്നാമത്തെ റക്അത്തിൽ വശംസി വല്ലുഹാഹ എന്ന സൂറത്തും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തും ഓതുക. രണ്ടാമത്തെ റക്അത്തിൽ വല്ലുഹാ വല്ലൈലിയും ഖുൽ ഹുവല്ലാഹു അഹദും ഓതുക. ഇത് ശീലിക്കാൻ സാധിച്ചാൽ വളരെ ക്ഷേമമായി. ഇനി അതല്ല, ഏതെങ്കിലും ഒരു സെറ്റ് മാത്രമേ ഓതാൻ ഉള്ളൂ എങ്കിൽ ഏറ്റവും പ്രബലമായ രീതി നമ്മൾ സ്വീകരിക്കുമ്പോൾ ഒന്നാമത്തെ റക്അത്തിൽ വശംസി എന്ന സൂറത്തും രണ്ടാമത്തെ റക്അത്തിൽ വല്ലുഹാ വല്ലൈലി എന്ന സൂറത്തുമാണ് ഓതേണ്ടത്. കാരണം അതാണ് ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു മുഅ്തമദാക്കി പറഞ്ഞിട്ടുള്ളത്. ഇനി 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ളുഹാ കൂടുതൽ നിസ്കരിക്കുമ്പോൾ ആ റക്അത്തുകളിലെല്ലാം ഒന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും രണ്ടാമത്തെ റക്അത്തിൽ ഇഖ്ലാസുമാണ് ഓതേണ്ടത് എന്ന വിഷയത്തിൽ എല്ലാ പണ്ഡിതന്മാരും ഒരേ അഭിപ്രായക്കാരാണ്. അപ്പോൾ ഈ വിധം ളുഹാ നിസ്കാരത്തിലെ സൂറത്തുകളെ നമുക്ക് ക്രമീകരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.